വ്യക്തി എന്ന നിലയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വേദനയാണ്. രാഷ്ട്രീയമായി നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളിയുമാണ്. ഒരു ഒരു പതിറ്റാണ്ടിലേറെക്കാലം നിയമ പോരാട്ടം നടത്തേണ്ടി വന്നത് വലിയ സംഘടിതമായ ശക്തികളോടുമാണ്. ഈ വിധി ഏറ്റവും നല്ല വിധി എന്നാണ് അങ്ങ് നേരത്തെ പറയുന്നത് കേട്ടത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷ നൽകുന്ന, ആശ്വാസം നൽകുന്ന ഒരു വിധിയാണ് ഇന്ന് കോടതിയിൽ നിന്നുണ്ടായത്. 12 വർഷമായി തുടരുന്ന നിയമ പോരാട്ടമാണ്. അതില് വിചാരണ കോടതി ശിക്ഷിച്ച ആളുകളെ അത് ശരിവെക്കുകയാണ് കോടതി ചെയ്തത് എന്നത് മാത്രമല്ല, അഡീഷണൽ ആയിട്ട് 2 പേരെ അന്ന് വിചാരണ കോടതി വെറുതെ വിട്ട 2 പ്രതികളെ കൂടി കുറ്റവാളികളാണെന്ന് കോടതി കണ്ടെത്തി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതില് ചെറിയ ആളുകളല്ല ഇപ്പൊ വീണ്ടും കണ്ടെത്തിയത്. അതൊന്ന് CPM-ന്റെ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി, കോഴിക്കോട് ജില്ലയിലെ ഒഞ്ചിയം ഏരിയയിലെ ഏരിയ കമ്മിറ്റി മെമ്പർ KK കൃഷ്ണൻ, രണ്ടാമത് കണ്ണൂർ ജില്ലയിലെ പാനൂർ ഏരിയയിലെ കുന്നോത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി മെമ്പർ ജ്യോതി ബാബു. ഈ 2 പേരെയുമാണ് ഇപ്പൊ കോടതി വീണ്ടും അഡീഷണൽ ആയിട്ട് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. അത് CPM-ന്റെ പങ്ക് വളരെ വ്യക്തമായിട്ട് ഒന്നുകൂടി തെളിയിക്കുന്നതാണ്. 2 ജില്ലയിൽ, ഞങ്ങൾ നേരത്തെ പറഞ്ഞത് 2 ജില്ലയിലുള്ള ആളുകൾ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യുമ്പോൾ അതിൽ സ്റ്റേറ്റ് നേതൃത്വത്തിന്റെ പങ്ക് വളരെ വ്യക്തമാണ് എന്നതാണ് ഞങ്ങളുടെ വാദങ്ങൾ ഉണ്ടായിരുന്നത്. അതാണ് പറഞ്ഞുകൊണ്ടേയിരുന്നത്. അതാണ് ഇപ്പൊ വീണ്ടും ഒന്നുകൂടി ബലപ്പെട്ടത്. വീണ്ടും ശിക്ഷിക്കപ്പെട്ടത് 2 ജില്ലയിലെ ആളുകളെയാണ്. 2 ജില്ലയിലെ ആളുകളാണ് കുറ്റവാളികളായിട്ട് കോടതി പിന്നെയും കണ്ടെത്തിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ എത്ര ആഹ്ലാദമാണ് ഇതിനകത്ത്, അല്ലെ എത്ര വലിയ ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിലുണ്ടായിരുന്നത് എന്നുള്ളത് നാം ഓർക്കണം. അവര് പറഞ്ഞത് എന്താ? CPM-ന് ബന്ധമില്ല, പിന്നെ ഇവിടുത്തെ രാമചന്ദ്രന്റെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ കൊണ്ട് ഈ കൊലപാതകം നടത്തി എന്നായിരുന്നല്ലോ CPM പ്രചരിപ്പിച്ചത്. ഇപ്പൊ എന്താ CPM-ന് പറയാനുള്ളത്? ഇപ്പോൾ അവർ പറയുന്നു മോഹനനെ വിട്ടയച്ചത് കൊണ്ട് തന്നെ ഇതിനകത്ത് മോഹനനെ കൊടുക്കാനുള്ള ആലോചന നടത്തിയത്. ഇപ്പൊ എല്ലാം വിട്ടു. ഇപ്പം ഇതൊറ്റ കാര്യത്തിലാണ് ഇപ്പൊ പാർട്ടി പറയുന്നത്. പിന്നെ ഇന്ന് സ്റ്റേറ്റ് സെക്രട്ടറി ഇതിനെ സ്വാഗതം ചെയ്യുന്നതും കണ്ടു. എന്താണ്, ഏതർത്ഥത്തിലാണ് ഇത് സ്വാഗതം ചെയ്തത് എന്ന് മനസ്സിലായില്ല. എന്താണ് CPM ഇതിനകത്ത് പറയുന്നത്? അപ്പൊ വളരെ നല്ല വിധി തന്നെ, ആശ്വാസകരമായ. അത് മാത്രമല്ല, അത് നമുക്ക് സാധാരണ മനുഷ്യർക്ക് പലപ്പോഴും നമ്മുടെ കേസുകൾ തെളിവുകളില്ല എന്ന് പറഞ്ഞ് തള്ളപ്പെട്ടു പോകുന്ന നീതി ലഭിക്കാത്ത സാഹചര്യം പലപ്പോഴും നമ്മൾ ഉണ്ടാവാറുണ്ട്. എത്ര കേസുകൾ നമുക്ക് മുന്നിൽ. അധികാരവും പണവുമാണ് ഇവിടെ എല്ലാത്തിനും വിലയ്ക്ക് വാങ്ങുകയാണ്. ആ വിലയ്ക്ക് വാങ്ങുന്നിടത്താണ് ഇതുപോലെയുള്ളൊരു കേസ് ബഹുമാനപ്പെട്ട കോടതി അത് വീണ്ടും ശരിയാണെന്ന് പ്രതികളെ കണ്ടെത്തിയതോടുകൂടി അങ്ങ് പറയുന്നത് പാർട്ടി അന്ന് പറഞ്ഞത് പാർട്ടിക്ക് പങ്കില്ല എന്നല്ലേ എന്നാണ്. അന്ന് പറഞ്ഞതല്ല, ഇന്നും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അല്പം മുമ്പ് LDF-ന്റെ കൺവീനർ ശ്രീ P ജയരാജൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് പാർട്ടിക്ക് ഒരു പങ്കുമില്ല. അതാ അന്തരിച്ചു പോയ PK കുഞ്ഞനന്ദൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ലോലഹൃദയനാണ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഈ അങ്ങ് തന്നെ പറഞ്ഞതുപോലെ P മോഹനെ പ്രതി ചേർക്കാതിരുന്നതിനെ ശരിവെക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് CPM-ന് പങ്കില്ല എന്നതിന്റെ തെളിവാണ് എന്നാണ് ഇപ്പോഴും പാർട്ടി വിശദീകരിക്കുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ പണ്ട് പറഞ്ഞതല്ല, ഇപ്പോഴും പറയുന്നത് അങ്ങനെ തന്നെയാണ്. മധു, ആ ലോല ഹൃദയം പിന്നെ ഒരു കൊലപാതകിയാണ് എന്നാണ് ഇന്ന് ഹൈക്കോടതി ശരിവെച്ചിരിക്കുന്നത്. എന്താ അവര് പറയുന്നത്? അവർക്ക് എന്ത് LDF കൺവീനർക്ക് എന്ത് വാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? കാരണം അവര് പറയുന്ന 2 കാര്യം നമ്മൾ നോക്കണം. ഇന്നും അവര് പറഞ്ഞത് മോഹനെ വെറുതെ വിട്ടതോടുകൂടി പാർട്ടിക്ക് പങ്കില്ല എന്ന് തെളിഞ്ഞു. അതേ കോടതി കുഞ്ഞനന്ദൻ കുറ്റക്കാരനാണെന്ന് വീണ്ടും സ്ഥാപിക്കുകയാണ് ചെയ്തിരുന്നത്. കുഞ്ഞനന്ദൻ കുറ്റക്കാരനാണ്, കൃഷ്ണൻ കുറ്റക്കാരനാണ് എന്ന് പറയാണ്. ആരാണ് കുഞ്ഞനന്ദൻ? ആരാ? പാനൂരിലെ പ്രമുഖനായ CPM നേതാവ്. അവരെ കീഴ്ക്കോടതി, വിചാരണ കോടതി മാത്രമല്ല ഹൈക്കോടതിയും ശരിവെച്ചു. ആ ശരിവെച്ചത് മോഹനനെ വിട്ടയച്ചത് ശരിയാണെന്ന് പറയുന്ന ആളുകൾ കുഞ്ഞനന്ദനെ ശിക്ഷിച്ചത് ശരിയാണെന്ന് പറയണ്ടേ? അതെന്തേ പറയാത്തത്? അവിടെ എന്താ ഒരു ഇരട്ട ന്യായം ഉണ്ടാകുന്നത്? CPM-ന് അനുകൂലമായിട്ട് ഏത് വിധി വന്നാലും അത് ശരിയാണ്, അതിലൊരു തർക്കമില്ല. ഇതാണല്ലോ CPM പലപ്പോഴും എടുക്കുന്ന ന്യായങ്ങൾ. CPM-നെതിരെ ആര് പറഞ്ഞാലും അത് വളരെ മോശമാണ്, അത് പാർട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ടാണ്, പാർട്ടിക്ക് പങ്കില്ലാത്തതാണ്, ബോധപൂർവമായി ശ്രമങ്ങൾ ഉണ്ടാവുകയാണ് എന്ന വാദങ്ങൾ ഇങ്ങനെ നിരത്തിക്കൊണ്ടേയിരിക്കുക എന്നല്ലാതെ വേറെ എന്തർത്ഥമുണ്ട്? ശരി, ഞാൻ അങ്ങനെയൊക്കെ തിരികെ വരാം. ശ്രീ KK രമ, അങ്ങ് തുടരുമല്ലോ.